ഹലോ ഫ്രണ്ട്സ്, റോക്ക് ആൻഡ് സോൾട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ലെങ്തി വീഡിയോ ആണ്, അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ. നൽകൂതിൽ പോയിട്ട് നമ്മൾ ഒരു ഫാം ഉണ്ട് അവിടെ താറാവിനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് താറാവിനെ പോയി മേടിക്കാം. അപ്പോൾ ദിവ്യ ഉണ്ട്, കൂടാതെ തന്നെ നിശാന്തും ഉണ്ട്. കണ്ടില്ല, നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ 3 പേരെ പോകുന്നത്, അപ്പോൾ എന്തായാലും മാസ്ക് എന്തായാലും ഇട്ടേ പറ്റൂ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നൽകൂതി പോവാം. പോണ വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളെയൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. നമുക്കിനി അവിടെ ചെന്നിട്ട് ആ ഫാമിൻ്റെ വിശേഷങ്ങളും പിന്നെ കൂടെ തന്നെ താറാവ് നമുക്ക് മേടിക്കാൻ. ഓക്കെ, ശരി. അപ്പോൾ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ഫാമില് എത്തിയിട്ട് അകത്തോട്ട് എടുക്കാവോ? കുഴപ്പമില്ലല്ലേ? നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് കുറേ ദൂരമായിട്ടായിരിക്കും പോൾട്രി ഫാമുകളുടെ. എത്ര കിലോമീറ്റർ ഉണ്ടാവും നിശാന്ത്? ഏകദേശം ഒരു 3, 4, 5 കിലോമീറ്റർ കാണും റെസിഡൻഷ്യൽ ഏരിയ. എങ്ങനെയുണ്ട്? ശരി, ഒമാനിൽ ഇങ്ങനെ ഒരു കാഴ്ച ഒരു അപൂർവം തന്നെ. വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ മയിലൊക്കെ ഉണ്ട്, കണ്ടില്ല?
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വയലുണ്ട്. നമ്മളിവിടെ ഒരു താറാവ് അവിടെ ഇരിക്കുന്നതാണ്. നമ്മുടെ ഫെച്ചിങ് ടൈമാണ്. ഒരു 70-80 കിലോമീറ്റർ ദൂരമാണ്. സിറ്റി ഏരിയ ആയതുകൊണ്ട് അവിടെ ഫാമിങ് നടക്കില്ല, റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിപ്പോൾ ഒഴിഞ്ഞ സ്ഥലം നമുക്കറിയാം. നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഫാമിങ്ങും ഒഴിഞ്ഞ സ്ഥലത്താണ് ഇവർ ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ കുറേ ഏക്കറോടെ സ്ഥലം ഇങ്ങനെ കിടക്കുക. ഗവൺമെൻറ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മുടെ അവിടുത്തെ പോലെ ലീസ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി താറാവ് റോസ്റ്റും കൂടാതെ നെയ്ച്ചോറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് മസ്റ്റിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ താറാവ് മേടിച്ചിട്ടുണ്ട്, കാട മേടിച്ചിട്ടുണ്ട്. എത്ര കിലോ ഉണ്ട് ഏകദേശം? 1 കിലോ എടുത്തിട്ടുണ്ടോ നമ്മളെ? കാടയും മേടിച്ചായിരുന്നു ഒരു 4 എണ്ണം. അതൊന്ന് കാണിച്ചിട്ട്. സോ നമ്മളുടെ താറാവും പിന്നെ കാടയും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണം. ഓക്കെ, നമുക്ക് കാട വറക്കണം, കൂടാതെ തന്നെ ഡക്ക് നമ്മൾ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡക്കിലോട്ട് നമ്മളൊരു 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി ഇടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കാടയിൽ നമ്മൾ മീറ്റ് മസാല, പിന്നെ പച്ചമുളക്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കൂടാതെ തന്നെ മീറ്റ് മസാല, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത് രണ്ടും 1/2 ടീസ്പൂൺ വെച്ചിട്ട്. ഓക്കെ, ഇതിലും ഇഞ്ചി നമ്മൾ ഇടിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും രണ്ടിലോട്ട് നാരങ്ങ പിഴിയാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. 15 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം മാരിനേറ്റ് ചെയ്ത്. കാടയും നമുക്ക് പതിക്കങ്ങ് മിക്സ് ചെയ്യാം എല്ലാം കൂടി. നമുക്കിതിലേക്ക് ഇനി വേപ്പിലിടാം. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം കാട. ഇതിൻ്റെ മുകളിലോട്ട് പൊടിച്ച് വെച്ചേക്കണ പെപ്പർ ഒത്തിരി തൂക്കി കൊടുക്കാം. ഓക്കെ, നല്ല ഫ്ലേവർ കിട്ടും, കൂടെ നല്ല എരിവും.
കാട റെഡി ആയിട്ട് എണ്ണ ഒഴിക്കാം നമുക്ക്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ആദ്യമായിട്ട് ഒരു 3 മീഡിയം സവാള ഇതിലേക്കിടാം. വലിയ ചുമന്നുള്ളി കേട്ടോ എടുത്തിട്ടുണ്ട്, അപ്പം അത് ഇടുക. ഈ സവാളയോടൊപ്പം ചുമന്നുള്ളി ഇടുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇടാം. ഞാനിപ്പോൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 4 എണ്ണം 2ആയിട്ട് കീറിയിട്ട് ഇടാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചത് ഓക്കെ ഒരു 4 എണ്ണം എടുത്താൽ മതിയോ. ഓക്കെ, അതിനുശേഷം ഇത്തിരി വേപ്പില ഇടാം. അതിനുശേഷം നമുക്ക് പട്ട, കറയാമ്പ്, ഏലക്ക, പെരിഞ്ചീരകം ഓക്കെ അതും കൂടാം. ഒരു ഇത്തിരി ഉപ്പുണ്ട് ഇടാം നമുക്ക്. അതിനിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ബീഫ് മസാല ഒരു 1.5 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1.5 ടീസ്പൂൺ. ഇതിലുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇടുന്ന ഗരം മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇടാം. ഇതിൻ്റെ ഒപ്പം മസാലയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്, പൊടികളും ഇട്ടിട്ട് അതെല്ലാം മുരിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താറാവിന് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താണ്. താറാവ് ആണല്ലേ. നമുക്കിതിനകത്തിട്ട് മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യാം. മല്ലിയില, വേപ്പില. ഓക്കെ, പതുക്കെ ഇളക്കാം. എന്താ രസമല്ലേ, നല്ല കളറായിട്ടുണ്ട്. നമുക്കിനി നെയ്ച്ചോറിനുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ചേർക്കാം ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചുമന്നുള്ളി, കൂടാതെ തന്നെ പട്ട, കറയാമ്പ് ഒരു 3 എണ്ണം, ഏലക്ക 2 എണ്ണം. ഓക്കെ, പിന്നെ ഒരു വെളുത്തുള്ളി ചെറുത് മുറിച്ചത് ഇതെടുത്തിട്ട് ഇടാം. ഓക്കെ, കശുവണ്ടി, എന്നിട്ട് വടക്കാം. നമ്മൾ ചോറ്, അതായത് ബിരിയാണി അരി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു, അപ്പോൾ ഒരു ഇത്തിരി ഉപ്പും ഇടാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബിരിയാണി റൈസ് നമ്മൾ വേവിച്ചെടുത്ത ഓക്കെ കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചു. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെച്ചായിരുന്നു. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. കൂടാതെ തന്നെ നമ്മുടെ താറാവ് റോസ്റ്റ്, പിന്നെയുള്ള നമ്മുടെ കാട ഫ്രൈ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ പിന്നെ സാലഡും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് നിശാന്ത്, ദീപു ഭായ്,
ഹായ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഓക്കെ. അപ്പൊ അതിന് നമുക്ക് നെയ്ച്ചോറ്, ചോറാണ്. അപ്പൊ അതിന് വലിയ താറാവ് റോസ്റ്റ്, ദുബായ് തന്നെ ടെസ്റ്റ് നമ്മുടെ ദീപായിക്ക് തന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഓക്കെ. ഈ സാലഡ് കൂടെ ഇടാം. നമുക്ക് മുളക് കൊടുക്കണം. ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ. ഇല്ലേ നമ്മുടെ താറാവ് റോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളുടെ എന്താ പറയുക, പട്ട, കറയാമ്പ്, ഏലക്ക, ബാക്കിയുള്ള പൊടികളിലേക്ക് നല്ല ഫ്ലേവർ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ. പിന്നെ കൂടുതലും നമ്മൾ ഇതിനകത്തിട്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ല എരിവുണ്ട്. ഓക്കെ. ഫ്രഷ് താറാവായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നത് തന്നെ. വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഇതുണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് നെയ്ച്ചോറ്, താറാവ് റോസ്റ്റ്, കാടപ്പൻ. ഓക്കെ.